ഐഡിയാസ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നല്ലൊരു ചൂട മുളകിട്ടതിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ചൂടാന്ന് വെച്ചാൽ നെത്തോലിയാണ് കേട്ടോ. ചില സ്ഥലങ്ങളിൽ നെത്തോലി എന്ന് പറയും, ചൂടാന്ന് പറയും. ഇവിടെ തമിഴ്നാട്ടിൽ നെത്തിലി എന്നാണ് കേട്ടോ പറയുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മീൻകറിയാണ്. പെട്ടെന്ന് തന്നെ നമുക്കിത് തയ്യാറാക്കിയിട്ട് എടുക്കാനും പറ്റും കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയിട്ട് എടുക്കാമെന്ന് നമുക്ക് നോക്കാം. ഒരു കറി തയ്യാറാക്കിയിട്ട് എടുക്കാനായിട്ട് ഞാനിവിടുത്തെ ഒരു മൺചട്ടി അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. കൂടെ തന്നെ ഒരു 10-20ഓളം ചെറിയ ഉള്ളി കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചെറുള്ളി എടുക്കുന്നതാണ് കേട്ടോ നല്ലത്. സവാളയിലൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കറി മധുരിപ്പായിട്ടാണ് ഉണ്ടാവുക. ഈ ഒരു 5-6 അല്ലി വെളുത്തുള്ളിയും ചെറിയൊരു കഷ്ണം ഇഞ്ചി കട്ട് ചെയ്തിട്ടുള്ളതും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കൂടെ തന്നെ ഞാൻ 2 കാശ്മീരി ചില്ലി കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതാകുമ്പോൾ കറിക്ക് നല്ലൊരു കളർ കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ കാശ്മീരി ചില്ലി ചേർത്തിട്ടുള്ളത്. നിർബന്ധമല്ല, ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കുക. ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഈ ഒരു ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നല്ലോണമൊക്കെ ഒന്ന് സോഫ്റ്റായിട്ടൊന്ന് വഴന്ന് വരുന്നത് വരയ്ക്കും നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം. നല്ലോണം ഒന്ന് വഴറ്റിയെടുത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കിയതിന് ശേഷം, അതല്ലെങ്കിൽ ഫ്ലെയിം നല്ലോണം കുറച്ച് വെച്ചതിന് ശേഷം പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 3/4 ടേബിൾ സ്പൂൺ അളവിൽ നല്ല എരിവുള്ള മുളക് പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി കൂടെ ചേർക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കറിയിലേക്ക്, മുളകിട്ട കറിയിലേക്ക് സാധാരണ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാറില്ല കേട്ടോ. അപ്പോൾ ചിലർ ചേർത്ത് കൊടുക്കും, പക്ഷേ ഞാനിതുപോലെ മുളകിട്ട കറിയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാറില്ല. ഇനി ഇത് കുറച്ച് നേരം നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. ഈ ഒരു പൊടികളൊക്കെ ഒന്ന് മൂത്ത് വരുന്നത് വരയ്ക്കും നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം. പൊടികൾ ചേർത്ത് കൊടുത്ത ശേഷം ഞാനിത് കുറച്ച് നേരം നല്ലോണം ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ടായിരുന്നു. ഇനി ഇതൊന്ന് ചൂടാറാനൊക്കെ ആയിട്ട് മാറ്റി വെക്കാം കേട്ടോ. നല്ലോണം ഒന്ന് ചൂടാറിന് ശേഷം പിന്നെ ഇതൊന്ന് അരച്ചെടുക്കുക. അപ്പോൾ മിക്സിയുടെ ചെറു ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ചൂടാറിന് ശേഷം വേണം ഇട്ട് കൊടുക്കാനായിട്ട്. ഇത് മൊത്തത്തിൽ ഇട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഇതൊന്ന് അരച്ച് കൂടെ എടുക്കുക. വെള്ളം കൂടി പോകണ്ട കേട്ടോ. വളരെ കുറച്ച് മാത്രം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഇതൊന്ന് അരച്ചെടുത്താൽ മതി. അപ്പോൾ ഞാനിതൊന്ന് അരച്ചിട്ട് കൊണ്ടുവരാം. അപ്പോൾ നല്ലോണം തന്നെ ഞാനിവിടെ അരച്ചെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, ഈ ഒരു പരുവത്തിൽ വേണം കേട്ടോ അത് അരച്ചെടുക്കാനായിട്ട്. ഇനി ഇതൊന്ന് മാറ്റി വയ്ക്കാം. അതിനുശേഷം ഒരു മൺചട്ടി അടുപ്പത്ത് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതൊന്ന് ചൂടായിട്ട് വന്നതിന് ശേഷം 1/4 ടീസ്പൂൺ അളവിൽ ഉലുവ ചേർത്ത് കൊടുക്കാം. ഉലുവ ചേർത്ത് നല്ലോണം ഒന്ന് പൊട്ടി വന്ന് കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് തക്കാളിയാണ്. ഞാനിവിടെ വലിയൊരു തക്കാളി ചെറുതാക്കിയിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കൂടെ കുറച്ച് കറിവേപ്പില കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വേണം ഇതൊന്ന് വഴറ്റിയിട്ട് എടുക്കാനായിട്ട്. അപ്പോൾ നല്ലോണം പഴുത്തിട്ടുള്ള തക്കാളി വേണം കേട്ടോ എടുക്കാനായിട്ട്. തക്കാളി ചെറുതാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്കിത് വഴറ്റിയിട്ട് എടുക്കാനും പറ്റും. തക്കാളി ചേർത്ത് കൊടുത്ത ശേഷം നല്ലോണം തക്കാളിയൊക്കെ ഒന്ന് വെന്തുടഞ്ഞ് വന്നതിന് ശേഷം പിന്നെ അതിലേക്ക് നമ്മൾ നേരത്തെ അരച്ചെടുത്തിട്ടുണ്ടായിരുന്ന ആ ഒരു അരപ്പുണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒരല്പം വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇതൊന്ന് മിക്സ് ആക്കിയിട്ട് കൂടെ കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇതൊന്ന് തിളപ്പിച്ചിട്ട് എടുക്കുക. നന്നായിട്ട് ഇതൊന്ന് തിളച്ച് വന്നതിന് ശേഷം പിന്നെ അതിലേക്ക് നമുക്ക് പുളിവെള്ളമാണ് ഒഴിച്ച് കൊടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഈ ഒരു കറി എത്രത്തോണ്ട് പുളിയാണോ വേണ്ടത് അതിനൊക്കെ അനുസരിച്ചിട്ടുള്ള പുളിവെള്ളം ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ആക്കിയിട്ട് കൂടെ കൊടുക്കണം കേട്ടോ. അതിന് ശേഷം പിന്നെ നമുക്കിതിലേക്ക് ഈ ഒരു കറിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്തതിന് ശേഷം വീണ്ടും ഒന്നും കൂടെ ഒന്ന് മിക്സ് ആക്കി കൊടുത്തിട്ട് പിന്നെ ഇതിലേക്ക് നമുക്ക് പാകത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാനിതുവരെയായിട്ടും ഉപ്പൊന്നും ചേർത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ പാകത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പൊക്കെ ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം പിന്നെ ഈ ഒരു കറി ഒന്ന് തിളയ്ക്കാനൊക്കെ ആയിട്ട് വെയിറ്റ് ചെയ്യുക. നന്നായിട്ട് ഇതൊന്ന് തിളച്ച് വരട്ടെ. അപ്പോൾ കറി നല്ലോണം തന്നെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള മീൻ ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ 1/2 കിലോ അളവിലാണ് കേട്ടോ നെത്തോലി മീൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇത് പതുക്കെ ഒന്ന് ഇതുപോലെ ഒന്ന് ആക്കി കൊടുത്തതിന് ശേഷം ഇത് നമുക്കൊന്ന് തിളപ്പിച്ചിട്ടെടുക്കാം. ഈ ഒരു കറിയൊക്കെ നല്ലോണമൊക്കെ ഒന്ന് വറ്റി വരുമ്പോഴേക്കും മീനൊക്കെ ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ ഞാനിതൊന്ന് അടച്ച് വെച്ചിട്ടാണ് വേവിച്ചെടുക്കുന്നത്. ഇടയ്ക്ക് പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതേ കറിയൊക്കെ നന്നായിട്ട് തിളച്ചിട്ട് വറ്റിയിട്ട് പാകത്തിന് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത്ര മതിയിട്ട് ഇനി ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് കുറച്ച് നേരമൊക്കെ വെക്കുമ്പോഴേക്കും ഇതൊന്നും കൂടെ ഒന്ന് തിക്കായിട്ടൊക്കെ വന്നിട്ടുണ്ടാവും. ഫ്ലെയിം ഓഫ് ആക്കിയതിന് ശേഷം ഇതിലേക്ക് ഒരല്പം വെളിച്ചെണ്ണ ഒന്ന് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തതിന് ശേഷം പതുക്കെ ഒന്ന് ചുറ്റിച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു മീൻ മുളകിട്ടത് ഇവിടെ തയ്യാറായി കഴിഞ്ഞിട്ട് നെത്തോലി മുളകിട്ടത് റെഡി ആയിട്ടുണ്ട്. ഇതുപോലുള്ള കറിയിലേക്ക് ഉള്ളിയൊന്നും കാച്ചി എടുക്കാറൊന്നുമില്ല കേട്ടോ. ഇതുപോലെ പച്ചവെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് ചുറ്റിച്ചിട്ടെടുക്കാറാണ് ചെയ്യാറ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു മീൻ കറിയാണ്. തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട് എന്ന് കരുതുന്നു. ഇതുവരെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. അടുത്ത നല്ലൊരു റെസിപ്പി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.